നമസ്കാരം. RPF എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിഗർ സീരീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ RPFൻ്റെ റീസണിങ്ങിൻ്റെ ടോപ്പിക് സംബന്ധിച്ചൊരു നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫിഗർ സീരീസ് എന്ന് പറയുന്നത്. നമ്മൾ ആൽഫബറ്റ് സീരീസും നമ്പർ സീരീസൊക്കെ പഠിച്ചായിരുന്നു, അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഫിഗർ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് ഫിഗേഴ്സ് വരും. അന്നേരം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ആൽഫബറ്റ് സീരീസിലും നമ്പർ സീരീസിലും പഠിച്ച അതേ കാര്യം തന്നെയാണ്. എന്താണ് ആ പാറ്റേൺ എന്ന് മനസ്സിലാക്കി അടുത്ത വരാൻ സാധ്യതയുള്ള ആളുടെ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഫിഗർ സീരീസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയതും നമുക്ക് RPFന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വിച്ച് ഫിഗർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഇതൊരു സീരീസാണ്. 3 പേര് തന്നിട്ടുണ്ട്. 4ാമത്തെ ആളിനെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. ദാണ്ട് ഈ ഫിഗറിൽ നിന്ന് ഈ ഫിഗറിലേക്ക് വന്നത് ഒരു രീതിയിലാണ്, അതേ രീതിയിലായിരിക്കും ദാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോലെ, അതായത് 1, 2 പിന്നെ 2ൽ നിന്ന് 3ലോട്ടൊരു പാറ്റേൺ വരുന്നില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ദാണ്ട് ഇവിടെ 1ാമത്തെ പടത്തിൽ നിന്ന് 2ാമത്തെ പടത്തിലേക്ക് വന്ന ഒരു രീതിയുണ്ട്, അതേ രീതിയിലാണ് 3ാമത്തെ പടത്തിൽ നിന്നും 4ാമത്തെ പടത്തിലേക്ക് വരേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ദാണ്ട് ഇവിടെ 2 സ്ക്വയറുകൾ ഇങ്ങനെ ചേർന്ന് നിന്നു, അടുത്ത പടത്തിൽ വന്നപ്പോൾ ഒരു സ്ക്വയർ മറ്റേതിനകത്തായി. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ 2 സർക്കിൾ ചേർന്ന് വന്നാൽ അടുത്ത പടത്തിൽ എന്തായിരിക്കും, ഒരു സർക്കിളിനകത്തായിരിക്കും മറ്റേ സർക്കിൾ വരുന്നത്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ആദ്യത്തെ ഫിഗർ തന്നെയാണ് ഇവിടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ ഇവിടെ നോക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേരെ എങ്ങനെ കണക്ട് ചെയ്തോ അതുപോലെ ഇവരെ കണക്ട് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും, നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ പടത്തിൽ 2 സ്ക്വയറുകൾ, ഓക്കെ, ഒന്ന് സ്ക്വയർ ഒരു റെക്റ്റാങ്കിളുമാണ്. 2ാമത്തെ പടത്തിലേക്ക് വന്നപ്പം ആ റെക്റ്റാങ്കിൾ ഇങ്ങനെ വെളിയിൽ വന്നു, അത് ഷെയ്ഡഡുമായി. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എങ്ങനെയാണോ ചേഞ്ച് വന്നത് അതേപോലെ ഇവിടെയും ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ആൻസറിനകത്ത് എങ്ങനെ വരും, നിങ്ങളിങ്ങനെ വരച്ച് നോക്കണം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ ആൻസർ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന സർക്കിൾ എവിടെ വരണം, വെളിയിൽ വരണം. അപ്പോൾ നോക്കി നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആ പടത്തിൻ്റെ റൈറ്റിലേക്കാണ് വന്നത്, മനസ്സിലായി, റൈറ്റിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെയും ആ അകത്ത് കിടക്കുന്ന സർക്കിൾ നമുക്ക് ആ വലിയ സർക്കിളിൻ്റെ റൈറ്റിലാണ് വരേണ്ടത്. ഓക്കെ, ഇനി എന്താണ് റൈറ്റിൽ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷനുണ്ട്, ഈ ഓപ്ഷനുണ്ട്. അപ്പോൾ പിന്നെ എന്ത് നോക്കുക, ഷെയ്ഡിങ് വേണം. കണ്ടോ, നമുക്ക് ഇവിടെ ഷെയ്ഡിങ് വന്നു. അങ്ങനെയാണെങ്കിൽ ആൻസറിനകത്ത് ഇവിടെ വെളിയിൽ വരുന്ന ആൾക്ക് എന്ത് വരണം, ഷെയ്ഡിങ് വരണം. അങ്ങനെ വരുമ്പം ഓപ്ഷൻ ഡി ആണ്. ഇത് RPF കോൺസ്റ്റബിളിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാറ്റേൺ, ഈ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പം എപ്പോഴും ഓപ്ഷൻ നോക്കി കറക്റ്റായിട്ട് ആളിനെ എടുക്കുക, മാറിപ്പോകരുത്, നെഗറ്റീവായി പോകരുത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്ലിക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ നോക്കാതെ കറക്റ്റ് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ വരുന്ന 2 പടങ്ങളുണ്ടല്ലോ, ഓപ്ഷൻ എ ഉണ്ട് ഡി. അപ്പോൾ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം, ഒന്നിനകത്ത് ലെഫ്റ്റിലും ഒന്നിനകത്ത് റൈറ്റിലും. അപ്പോൾ ഏതാണ് കറക്റ്റ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ ചാടിക്കയറി എടുക്കരുത്. അത് ഉറപ്പിച്ചിട്ട് വേണം, കൺഫേം ചെയ്തിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. ആ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തതും ഈ ക്വസ്റ്റ്യനും വളരെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, SIക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ലീഫ് വെച്ചിട്ടാണ്. ഓക്കെ, ആ ലീഫ് ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലുള്ള ഒരു രീതിയിലല്ല, മനസ്സിലായോ, നേരത്തെ ചെയ്ത പോലുള്ള രീതിയിലല്ല. ഇവിടെ 4 പടങ്ങളുണ്ട്, 5ാമത്തെ പടം വേണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ചേഞ്ച് അങ്ങനല്ല. ഇവിടെ ഒരു പാറ്റേൺ തന്നെയാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ഈ ഒരു ലീഫ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു ഷേപ്പിലായിരുന്നു, ഇങ്ങനായിരുന്നു. പിന്നെ അടുത്ത ഷേപ്പ് വന്നപ്പോൾ കുറച്ചൊന്ന് ചരിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമുക്ക് ആംഗിളൊക്കെ വെച്ച് പറയാമെങ്കിൽ 45 ഡിഗ്രി ക്ലോക്ക് വൈസ്, അങ്ങനെ നിങ്ങൾക്ക് നോക്കണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടും. ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന രീതി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? അപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കോർഡിനേറ്റ് പോലൊക്കെ വരച്ചാണ്ട് ലാസ്റ്റ് വന്നേക്കുന്ന റൊട്ടേഷൻ താണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അടുത്ത ഒരു 45 ഡിഗ്രി തിരിയുമ്പോൾ താണ്ട് ഇങ്ങനെ വരത്തില്ലേ, അതായത് ലീഫ് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷെയ്ഡിങ് വേണ്ട, മനസ്സിലായി. ഇവിടെ ഷെയ്ഡിങ് പോയേക്കുന്നുണ്ടോ, ഷെയ്ഡിങ് ഉണ്ട്, ഷെയ്ഡിങ് ഇല്ല, ഉണ്ട് ഇല്ല. അപ്പം ഷെയ്ഡിങ് ഇല്ല, ഉണ്ട്, ആ ഒരു പാറ്റേണിൽ പോയേക്കുന്നു. അപ്പോൾ അടുത്ത ഷെയ്ഡിങ് വേണ്ട. അപ്പോൾ ഏതാണ്, ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത് കിട്ടിക്കാണും. ഓപ്ഷൻ സി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കുക, ഇവിടെ നമുക്ക് പടത്തിൽ ABCD ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അവർ ഓപ്ഷനകത്ത് വേറെ രീതിയിലാണ്, മനസ്സിലായോ. അപ്പോൾ നിങ്ങൾ മാറിപ്പോകരുത്. ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ബി ആണ്.
അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ അതാണ്ട് ഇവിടെ വേണം, ഈ ഒരു ബിയിൽ വേണം ക്ലിക്ക് ചെയ്യാൻ, അത് മാറിപ്പോകരുത്. അവരിങ്ങനെ ABCD പടം തരും, പക്ഷേ അതേ ഓർഡറിലല്ല ഓപ്ഷൻ വന്നേക്കുന്നത്. എ തന്നെ, പക്ഷേ ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. ഈ ഫിഗറിൻ്റെ നമ്പർ, ഫിഗറിൻ്റെ ആൽഫബറ്റ് C ആണ് കറക്റ്റായിട്ടുള്ള ഫിഗർ. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ആ C എന്നുള്ള ഫിഗറുള്ള ഓപ്ഷൻ നോക്കി കറക്റ്റായിട്ട് എടുക്കുക. ഇവിടെ B വരും, അങ്ങനെ ഫൈനൽ ആൻസറായിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവർ ഓപ്ഷനകത്ത് അങ്ങനെ ഒരു കാര്യം ഇടും, അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം പഠിച്ച രീതി തന്നെയാണ്. അതാണ്ട് ഇവിടെ ഈ ഒരു ചേഞ്ചാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഈ രണ്ട് പടത്തിലും ആരില്ല, ട്രയാങ്കിൾ ഇല്ല. ഇവിടെ ട്രയാങ്കിൾ വന്നു. അപ്പം ഈ ഒരു രീതിയിൽ, അതായത് ഇവിടെ എങ്ങനെയാണോ മാറ്റം വന്നത് അതേ രീതിയിൽ തന്നെ ഇവിടെ ഉള്ള ആൾക്കാരെ മാറ്റിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഒരു സർക്കിൾ, സ്ക്വയർ, ഒരു ലൈൻ. അപ്പോൾ അതൊക്കെ അവരെങ്ങനെയാണ് ചേഞ്ച് ചെയ്തത് അതേപോലെ ഇവരെയും ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ആൻസർ വരേണ്ട ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവർ കാണും. അപ്പോൾ സംശയമുള്ളവരുണ്ടെങ്കിൽ, എടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് നോക്കുക. അതാണ്ട് ഇവിടെ കടന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് അടുത്ത പടത്തിൽ വന്നപ്പോൾ എന്താണ്ട് ഈ ഒരു കോർണറിൽ കടന്നത് അതാണ്ട് ഇപ്പുറത്തെ കോർണറിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ഈ ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിടക്കുന്നത് അതേ ലൈൻ തന്നെയാണ്. അപ്പോൾ ഈ ലൈൻ എങ്ങോട്ട് വരും? ഈ കോർണറിൽ വരും. ക്ലിയർ ആയോ? ഇവിടെ വരും. ഓക്കെ, ഇനി സ്ക്വയർ ആണ് റെക്റ്റാങ്കിൾ എന്നുള്ള രീതിയിൽ. റെക്റ്റാങ്കിൾ എങ്ങോട്ട് പോയി നോക്കി? നടുക്ക് കടന്ന റെക്റ്റാങ്കിൾ താഴോട്ട് പോയില്ല, താഴോട്ട് വന്നു. പിന്നെ നടുക്ക് കിടക്കുന്ന ട്രയാങ്കിൾ താഴോട്ട് വരണം, അതിൻ്റെ സൈസ് എന്താവും? ചെറുതാവും. ക്ലിയർ ആയോ? ഇനി ഈ സർക്കിൾ കണ്ടോ? സർക്കിൾ എങ്ങോട്ട് പോയി? നടുക്കോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ആരാണ്? റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ നടുക്കോട്ട് വരും, സൈസ് വലുതാവും. ക്ലിയർ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കി, ഓപ്ഷൻ B ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എടുക്കുമ്പം ഇതാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഇതാണ് B എന്നുള്ള ഫിഗർ വരുന്നത് ഈ ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ. ഞാനീ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കണമെന്നില്ല, അല്ലാതെ പെട്ടെന്ന് ഓപ്ഷൻ നോക്കി എടുക്കാൻ പറ്റുന്നവർ കാണും. അവർ ആ രീതിയിൽ തന്നെ ചെയ്യുക. എനിവേ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ഫിഗർ. ആൻസർ വരുമ്പോൾ ഓപ്ഷൻ A വരും. മനസ്സിലായോ? അപ്പോൾ അതുകൂടെ നിങ്ങൾ ഓപ്ഷനോടെ നോക്കി കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും. ഇവിടെ എങ്ങനെയാണോ ഓരോരുത്തരും എങ്ങനെയാണോ ചേഞ്ച് ചെയ്തത് അതേ സ്ഥാനത്ത് ഇവിടെ ഉള്ള ആൾക്കാരെ അതേപോലെ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ചെയ്ത് ആക്കിയെടുത്താൽ മതി. വളരെ എളുപ്പം ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയും നേരത്തെ പറഞ്ഞ രീതിയിൽ, അതായത് ഈ ഒരു ചേഞ്ചാണ് വീണ്ടും ഇവിടെയും വരുന്നത്. കാരണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അത് മനസ്സിലായി കാണും എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിക്കാണ്ട്. RPF SIക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ സർക്കിൾ ട്രയാങ്കിൾ വന്നു. അടുത്ത പടം വന്നപ്പം ട്രയാങ്കിളകത്തും സർക്കിളിനകത്ത് ട്രയാങ്കിളായി. അപ്പോൾ ആ വന്നൊരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം കിടന്ന ആളാണ്, മനസ്സിലായി? ഇവിടെ ആദ്യം കിടന്ന ആളാണ് വലുതാവുന്നത്, അതിനകത്തോട്ട് രണ്ടാമത്തെ ആൾ വരും. അതേപോലെ ഇവിടെ ചെയ്താൽ പോലെ വളരെ എളുപ്പമാണ്. ഇവിടെ ആദ്യം കിടക്കുന്ന ആരാണ്? ഈ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ വലുതാകും, അതിനകത്തേക്ക് ആരെ കൊണ്ടുവരണം? രണ്ടാമത് കിടക്കുന്ന ആളിനെ കൊണ്ടുവരണം, സർക്കിൾ. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ D എന്ന് പറയുന്ന ഫിഗറാണ്. അതിവിടെയും കുഴപ്പമില്ല, ഓപ്ഷൻ D തന്നെയാണ് D എന്നുള്ള ഫിഗർ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഡൗട്ട് വരത്തില്ല, അത് D തന്നെയാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് RPF SIക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവിടെ ഈ ഒരു ചേഞ്ച് ആ രീതിയിലല്ല. ഇവിടെ അടുത്ത ഫിഗർ ആണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? സെലക്ട് റൈറ്റ് ഫിഗർ ഇൻ ഗിവൺ സീരീസ് ഓഫ് 4 ഫിഗേഴ്സ്. ഓക്കെ, ആ ക്വസ്റ്റ്യനകത്തൊരു ഇത് വന്നതാണ്. നെക്സ്റ്റ് ഫിഗർ എന്നാണ് ഒരു ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ എന്നുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ഫിഗർ, അതായത് അടുത്ത ഫിഗർ എന്ത് വരുമെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അത് അവർ വരച്ചിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഫിഗർ സീരീസ് അടുത്ത ഫിഗർ എന്ത് വരും? ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ചേഞ്ച് ഇങ്ങനൊന്നും എടുത്താൽ കിട്ടത്തില്ല. കാരണം ഇവിടെ ഒരു പാറ്റേണിൽ പോവാണ്. അതായത് ഈ ഒരു 4 പേര് ഒരു പാറ്റേണിൽ പോവാണ്. അങ്ങനെയാണ് ആ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യനും ഓരോ രീതിയിലാണ്, എല്ലാം ഒരേപോലല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ നോക്കിയാൽ പെട്ടെന്ന് പിടി കിട്ടത്തില്ല. അതിവിടെ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ളൊരു സ്ക്വയർ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് പോകുന്നത് നോക്കി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ക്വയറും ഒരു സർക്കിളും ഉണ്ട്. ഇവ രണ്ടുപേരും ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ ആദ്യം ആ ഷെയ്ഡഡ് സ്ക്വയറിനെ ഒന്ന് നോക്കി. ഈ സ്ക്വയർ എങ്ങനെയാണ് പോകുന്നത് നോക്കി. ആദ്യം ഈ ഒരു അറ്റത്തായിരുന്നു. നെക്സ്റ്റ് പടം വന്നപ്പോൾ കണ്ടോ ഈ ഒരു ഷെയ്ഡഡ് സ്ക്വയർ അങ്ങോട്ടായി, ഇതാണ് ഈ ഒരു പാർട്ടോട്ട് ഇവിടോട്ട് വന്നു. അടുത്ത പടം വന്നപ്പോൾ കണ്ടോ, അടുത്ത പടം വന്നപ്പോൾ ഈ ഒരു കോർണറിലെത്തി, ഇവിടെ എത്തി. അടുത്ത പടം വന്നപ്പോൾ കണ്ടോ ഇവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എങ്ങനെ വരുന്നതാണ്? ഇങ്ങനെ ഒരു രീതിയിലല്ലേ ആ ഒരു ഷെയ്ഡഡ് സ്ക്വയർ പോകുന്നത്.
അങ്ങനെയാണ് നമ്മുടെ ആൻസറിനകത്ത് ഇവിടെ അല്ലേ വരേണ്ടത്. നമ്മുടെ ആൻസറിനകത്ത് ആ ഒരു ഷെയ്ഡഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ അറ്റത്താണ് വരേണ്ടത്. ഈ അറ്റത്താണ് ആ ഷെയ്ഡഡ് സ്ക്വയർ വരേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബിയും ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ ഇനി ആരെയുടെ കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ, സർക്കിളിലൂടെ കണ്ടുപിടിച്ചാൽ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സർക്കിൾ എങ്ങനെയാണ് പോകുന്നത് നോക്കിയാൽ, സർക്കിൾ എങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ആദ്യം ഇവിടെ ആയിരുന്നു, ഓക്കെ, ആദ്യം ഇവിടെ ആയിരുന്നു സർക്കിൾ. നെക്സ്റ്റ് പടത്തിൽ വന്നപ്പോൾ സർക്കിൾ താഴെ വന്നു, കണ്ട് ഇവിടെ വന്നു. വീണ്ടും അടുത്ത പടത്തിൽ വന്നപ്പോൾ ഇങ്ങേ അറ്റത്ത് വന്നു, ഈ അറ്റത്ത് വന്നു. വീണ്ടും കണ്ടോ ഇവിടെ വന്നു. അപ്പോൾ സർക്കിൾ പോകുന്നത് എങ്ങനെയാണ്? അത് ഇങ്ങനെ ഈ ഒരു രീതിയാണ്, ഇങ്ങനെ അടുത്തടുത്ത എൻഡിലോട്ട് കോർണറിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ കോർണറിലാണ് അവസാനം, അങ്ങനെയാണ് ഈ കോർണറിലല്ലേ നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ഇവിടെയാണ് സർക്കിൾ വരേണ്ടത്. അപ്പോൾ ആൻസറായി ഓപ്ഷൻ സി എന്ന് പറയുന്ന ഫിഗറാണ് ആൻസർ. വരുമ്പോൾ എ വരും. ക്ലിയർ ആകും. സി എന്ന് പറയുന്ന ഫിഗറാണ് ഇവിടുത്തെ. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മതി, ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ സി എന്നുള്ള ഈ ഫിഗറാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ നോക്കുന്ന രീതി മനസ്സിലാക്കും. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ഓരോ ആൾക്കാരും എങ്ങനെയാണ് ഒരു പ്രത്യേക പാറ്റേണിൽ പോകുന്നത്, ആ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിച്ച് ചെയ്താൽ വളരെ എളുപ്പം എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് RPF കോൺസ്റ്റബിളിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെയും എന്താണെന്ന് മനസ്സിലാവും. ഇവിടെ ഒരു ഇങ്ങനെ ഈ ഒരു രീതിയിലല്ല, ഇവിടെ ഒരു ഈ 4 പേരും ഒരു പാറ്റേണിലാണ്. അങ്ങനെയാണ് 5ാമത്തെ ആളെ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ പാറ്റേൺ നോക്കി. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നടുക്കത്തെ ആ ഒരു സ്ക്വയറിന് മാറ്റമില്ല, എല്ലായിടത്തും നടുക്കത്തെ സ്ക്വയർ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വേറെ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഈ മേളിലും താഴെ കിടക്കുന്നത് ഇവർ രണ്ടുപേരെയും കണ്ടോ, ഇവരുടെ ആ ഒരു ഷേപ്പിന് മാറ്റമില്ല. ഇവർ ആദ്യത്തെ ഫിഗറിൽ ഉള്ള പോലെ തന്നെയാണ് 2ാമത്തെ ഫിഗറിലും 3ാമത്തെ ഫിഗറിലും. അപ്പോൾ അവർക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഈ ഒരു ആൾക്കാർക്ക് ഈ മേളിലും താഴെ കിടക്കുന്ന ഇവർക്ക് 2 പേർക്കും എന്തില്ല, മാറ്റമില്ല. നടുക്ക് കിടക്കുന്ന ഈ ഷെയ്ഡറായിട്ടുള്ള സ്ക്വയറിന് മാറ്റമില്ല. പിന്നെ എന്താണ് ചേഞ്ച്, ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതാണ്ട് ഈ 2 പേരെ കണ്ട്, ഈ 2 പേരുടെ ആ ഒരു ഷേപ്പിനകത്താണ് ഇവർ താണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആദ്യത്തെ പടത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2ാമത്തെ പടത്തിൽ വരുമ്പോൾ കണ്ടോ, 2ാമത്തെ പടത്തിൽ വരുമ്പോൾ ആ 2 പേരുടെ അതുകൊണ്ട് ഈ ഒരു ഫിഗറിനെ ജസ്റ്റ് തിരിച്ചിടും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഇപ്പുറത്ത് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും, ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, ആദ്യം താണ്ട് ഇങ്ങനെ റൈറ്റിലോട്ടുള്ള രീതിയിൽ ഞാൻ താണ്ട് ഇത് അതിൻ്റെ ഒരു ഹെഡ് പോലെ എടുക്കുകയാണ്. ഇത് അതിൻ്റെ ഹെഡാണെന്ന് വിചാരിച്ചാൽ ഹെഡ് റൈറ്റിലോട്ട്, വീണ്ടും ഹെഡ് ലെഫ്റ്റിലോട്ട്. വീണ്ടും നോക്കി 3ാമത്തെ പടം നോക്കി, 3ാമത്തെ പടത്തിൽ വീണ്ടും കണ്ടോ, അതുകൊണ്ട് ഈ ഹെഡ് പോയിന്റ് റൈറ്റിലോട്ട്, വീണ്ടും അടുത്ത പടം വരുമ്പോൾ ലെഫ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആൾക്കാർക്കൊന്നും മാറ്റമില്ല. അതായത് നമ്മുടെ ആൻസറിനകത്ത് താണ്ട് ഈ നടുക്കത്തെ ഷെയ്ഡഡ് സ്ക്വയർ അതേപോലെ വരണം. നിങ്ങൾ ഓപ്ഷൻ നോക്കി എല്ലാത്തിലും അതുണ്ട്. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്, ഇതിന് രണ്ടിനും ചേഞ്ച് ഇല്ല. അപ്പോൾ ഇതെന്തായാലും താണ്ട് ഇതേ രീതിയിലേ വരും. അതിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ ഫിഗറിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കിയാൽ അവിടെ നമുക്ക് 2 ഓപ്ഷൻ റിമൈനിങ് വരും. ആരൊക്കെയാണ്? ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. അപ്പോൾ ഇവരിൽ ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നോക്കിയാൽ ഉണ്ട് റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ വീണ്ടും റൈറ്റ്, അതായത് ഈ രീതിയിൽ. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ വരുന്ന പടം നോക്കിയാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി നോക്കിയാൽ ഇവിടെ ഇതിങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ വരത്തില്ല. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ എ. ഇവിടെയും ഓപ്ഷനകത്ത് എ തന്നെയാണ്. ഓപ്ഷനകത്ത് എ എന്നുള്ള ഫിഗറാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചെടുത്താൽ മതി. എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എക്സാമിന് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കൊണ്ട് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വരച്ച് തരുന്നത്. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, നോക്കി മനസ്സിലാക്കി എടുത്താൽ മതി. ഇപ്പം മാറ്റമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഒരു പടത്തിൽ മാറ്റമില്ല എങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് അവർക്ക് മാറ്റം കാണില്ല. അപ്പോൾ അവരെ അതുപോലെ ഫിക്സ് ആയിട്ട് എടുക്കുക. പിന്നെ എന്തിനാണോ ചേഞ്ച് വരുന്നത്, ആ ചേഞ്ച് എന്ത് രീതിയിലാണ് പോകുന്നത് അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 3 ആൽഫബറ്റ് വെച്ചിട്ട് VATAM അങ്ങനെയാണ് അടുത്ത് എന്ത് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ നമ്മൾ നേരത്തെ ആൽഫബറ്റ് സീരീസിൽ പഠിച്ച പോലെ പാറ്റേൺ ഒന്നുമല്ല. അതായത് വിന്ന് ടിയിലോട്ട് എങ്ങനെ പോയി, എമ്മിന്ന് എങ്ങനെ പോയി, അങ്ങനല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ആ ഒരു പടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? വിയുടെ എന്താണ് താഴെ വന്നേക്കുന്നത്? അതിൻ്റെ വാട്ടർ ഇമേജ് ആണ്. ക്ലിയർ ആയോ? മിറർ ഇമേജ് അല്ല, വാട്ടർ ഇമേജ് ആണ്. ഓക്കെ, വാട്ടർ ഇമേജ് മിറർ ഇമേജ് ഒക്കെ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വാട്ടർ ഇമേജ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടിയുടെ എടുത്താലും ടിയുടെ ഒരു വാട്ടർ ഇമേജ് ആണ് വന്നിരിക്കുന്നത്. എമ്മിൻ്റെ എടുത്താലും എമ്മിൻ്റെ ഒരു വാട്ടർ ഇമേജ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഇമേജ് വരുന്ന ഓപ്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇതല്ല, ഇത് വാട്ടർ ഇമേജ് അല്ല, ഇതും വാട്ടർ ഇമേജ് അല്ല, ഇതും അല്ല. അപ്പോൾ എന്താണ് ഈസിയായിട്ട് ആൻസർ എത്താം? ഓപ്ഷൻ ഡി ആണ്. ഇതാണ് നമ്മുടെ ആൻസറായിട്ട്. ഇത് RPF SIക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്.
ഓക്കെ, അപ്പം ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയായിട്ട് നമ്മൾ RPFൻ്റെ ഒരു പെയ്ഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് RPF ക്രാക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ്. നിങ്ങളത് പാഴാക്കാതെ ദിശ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് RPFൻ്റെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവിടെ റെക്കോർഡഡായിട്ട് അതേപോലെ ലൈവ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മെൻ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇവിടെ ഒരു പാറ്റേണിലാണ് പോകുന്നത്, ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ നോക്കി, ആദ്യം ഒരു ഫുൾ സ്ക്വയർ ഉണ്ടായിരുന്നു, അടുത്ത പടത്തിൽ വന്നപ്പോൾ സെമി സർക്കിളായി. വീണ്ടും അടുത്ത പടത്തിൽ കണ്ടോ, ആ സെമി സർക്കിളിൻ്റെയും പകുതിയായി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്താണ്, ഇനി അടുത്ത പടത്തിൽ വരുമ്പം ഇതിൻ്റെയും പകുതിയാവണം. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ സെമി സർക്കിളിൻ്റെ പകുതിയുടെ പകുതി, ഇതിൻ്റെ ഒരു പകുതി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഫിഗർ ആൻസർ? ഇതല്ലേ, എളുപ്പം നോക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഇതാണ് നമ്മുടെ ആ ഒരു ആൻസറായിട്ട് വരുന്നത്. അതായത് പകുതി പകുതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഫിഗർ കഴിയും തോറും. അപ്പം എന്താണ് ഇവിടെ C വേണം നിങ്ങൾ ഫൈനലി ക്ലിക്ക് ചെയ്യാൻ. ക്ലിയർ ആയോ? നിങ്ങൾ ആ എക്സാമിന് ഓപ്ഷൻ നോക്കിയെടുക്കുക. ആ C എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ A എന്ന് പറയുന്ന ഫിഗറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലായി കാണും. ഇവിടെ ആ എല്ലാ ക്വസ്റ്റ്യനിലും ഈ ഒരു ഫിഗറിന് ഈ ഒരു ഷേപ്പിന് മാറ്റമില്ല, അതിനകത്തുള്ള ഒരു സർക്കിളിനെ ഉള്ള മാറ്റം. ആ സർക്കിൾ പോകുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ആദ്യം ആ സർക്കിൾ ഇവിടെ ആയിരുന്നു, പിന്നെ ദാണ്ട് ഇവിടെ വന്നു. അപ്പോൾ എന്താണ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എവിടെ വരണം? ഇവിടെ ആൻസറിനകത്ത് ഈ പോർഷൻ ഇവിടെ അല്ലേ വരണ്ടേ? അപ്പോൾ ഇവിടെ സർക്കിൾ വരുന്ന ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ എയിലുണ്ട്, പക്ഷേ ഇവിടെ ഒരു ലൈൻ ഇല്ല, ഈ ലൈൻ ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്ഷൻ D ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നൊരു ഫിഗർ ഞാൻ വരയ്ക്കുവാണെങ്കിൽ, അപ്പോൾ ഇവിടെയുള്ള ആ ഒരു പ്രത്യേകത വെച്ച് നോക്കിയാൽ മതി. എല്ലാത്തിനും സർക്കിളുണ്ട്, സർക്കിളിനകത്ത് ഇങ്ങനെ രണ്ട് ലൈനും ഉണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, ഇനി ആ ആരോ മാർക്ക് പോയൊക്കെ നോക്കി, ആരോ മാർക്ക് ഇവിടെ, ദെൻ ഇവിടെ വന്നു. അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് രീതിയിലല്ലേ. അപ്പോൾ നെക്സ്റ്റ് എവിടെ വരണം? അപ്പോൾ നെക്സ്റ്റ് താണ്ടെ കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം. നമ്മുടെ ആൻസറിനകത്ത് ആ ഒരു ആരോ മാർക്ക് ഏത് പോർഷനിലാണ് വരേണ്ടത്? ആരോ മാർക്ക് താണ്ട് ഇങ്ങനല്ലേ വരേണ്ടത്? ഇങ്ങനെയാണ്. ഈ ഒരു പോർഷനിലാണ് ആരോ മാർക്ക് വരേണ്ടത്. ക്ലിയർ ആയി? അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ആരോ മാർക്ക് വരേണ്ടത്. അപ്പോൾ എന്താണ് ഓപ്ഷൻ? 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് 3ലും കറക്റ്റാണ്. ഇത് 3ലും ആരോ മാർക്ക് അവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് 3ഉം കറക്റ്റാണ്. പിന്നെ എന്ത് നോക്കുക, ഇനി അകത്ത് കിടക്കുന്ന സർക്കിൾ കണ്ടോ, ഇവിടെ ആയിരുന്നു, ദെൻ ഇവിടെ വന്നു. അപ്പോൾ നെക്സ്റ്റ് എവിടെ വരണം? നെക്സ്റ്റ് ഇവിടെ വരണം. ഇനി എന്താണ്, ഇനി എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ ആദ്യം വന്നപ്പോൾ ഷെയ്ഡിങ് ഇല്ല, ഷെയ്ഡിങ് ഉണ്ട്, ഷെയ്ഡിങ് ഇല്ല. അപ്പോൾ വീണ്ടും ഷെയ്ഡിങ് വേണം. ഷെയ്ഡിങ് ഉള്ള സർക്കിളുള്ള ഓപ്ഷൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ A ആണ്. ഇവിടെ സർക്കിൾ ഷെയ്ഡിങ് വരുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ A ആണ് ഫൈനൽ ആൻസറായിട്ട് വരും. ക്ലിയർ ആയോ? ഇവിടെ ഷെയ്ഡിങ് ഇല്ലാത്ത സർക്കിളും ഉണ്ട്, കണ്ടോ? അപ്പോൾ അവരെല്ലാ രീതിയിലും തരും. അപ്പോൾ എല്ലാ പ്രത്യേകതയും നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാക്കി കാണും, ഒരു പാറ്റേൺ രീതിയിൽ പോകുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ആ പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. അടുത്ത ഓരോരോ പടങ്ങൾ കഴിയുന്നതോറും എന്താണ് ചേഞ്ച് വരുന്നത്? ഇപ്പോൾ ഇവിടെ ഇടയ്ക്കുള്ളൊരു പടമാണ് മിസ്സിങ്. ഇപ്പോൾ എന്താണ് ചേഞ്ച് എന്ന് നോക്കി നിങ്ങളാണ് ഈ 2 പടങ്ങൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഈ ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിൾ ദാണ്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഈ സ്റ്റാർ കണ്ടോ, ഈ സ്റ്റാർ ദാണ്ട് തൊട്ടിപ്പുറത്തോട്ട് വന്നു. അവിടെ കണ്ടോ, നെക്സ്റ്റ് പടമാണ് മിസ്സിങ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ദാണ്ട് ഈ 2 പടങ്ങളൂടെ നോക്കി. ഈ സർക്കിൾ ഇവിടെ ആയിരുന്നു, നെക്സ്റ്റ് പടത്തിൽ വന്നപ്പോൾ സർക്കിൾ ഇപ്പുറത്തോട്ട്. അതായത് ഒരാൾ ഓരോ ഷേപ്പുകളും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങുകയാണ്, ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെയാണ് ഇവിടുന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് ആൾക്കാരെ നീക്കിയാൽ പോരെ. അപ്പോൾ ഈ സ്റ്റാർ താണ്ട് ഇവിടെ വരും, മനസ്സിലായി? ഈ പോർഷനിലേക്ക് സ്റ്റാർ വരും. അപ്പോൾ ഓപ്ഷൻ നോക്കി, ഇവിടെ സ്റ്റാർ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ള ആൻസറായി. ഓപ്ഷൻ C ആണ് ആൻസർ. നിങ്ങൾ ബാക്കി എല്ലാവരും നോക്കിയാലും അത് തന്നെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ താണ്ട് ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരുമല്ലോ, ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരുന്നതാണ് നമ്മുടെ ആൻസറിനകത്ത്. അങ്ങനെയല്ലേ? ഈ ട്രയാങ്കിൾ ഇങ്ങോട്ട് വരും, കണ്ടോ? അത് നമ്മുടെ ആൻസറിനകത്ത് അങ്ങനെയല്ലേ? സർക്കിൾ കണ്ട് ഇങ്ങോട്ട് വരും. അങ്ങനെ ഓരോരുത്തരും എന്താണ്, ഓരോ ഷേപ്പുകളും ക്ലോക്ക് വൈസ് അടുത്തടുത്ത ആ ഒരു സ്പേസിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ
സി ആണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ഒരു പാറ്റേൺ രീതിയിലാണ്. ഇവിടെ 5 പടങ്ങൾ തന്നിട്ടുണ്ട്. അടുത്ത പടമാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ദി, ഇവിടെ അവർ ആ കറക്റ്റ് ഫിഗർ ഫ്രം ദി ആൻസർ ഫിഗർ വിച്ച് വിൽ ബി നെക്സ്റ്റ് ഇൻ ദി ഓർഡർ. ഈ ഓർഡറിൽ അടുത്ത് വരേണ്ട കറക്റ്റ് ഫിഗർ ഏതാണെന്ന്, നെക്സ്റ്റ് വരേണ്ട ഫിഗർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ആ ഒരു ഷെയ്ഡിങ് എല്ലാം ഉള്ള ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു ഷെയ്ഡിങ് പോകുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ആദ്യത്തെ പടത്തിൽ രണ്ടാമത്തെ പടത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഷെയ്ഡിങ് പോയേക്കുന്നുണ്ടോ, ഇവിടെ ഒരാളെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ആൾക്കാണ് ഷെയ്ഡിങ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാം പോയത്, നിങ്ങളങ്ങ് ഉറപ്പിക്കരുത്. അടുത്തവിടെ നോക്കുക, അടുത്ത ഇവിടാണ് ഷെയ്ഡിങ് വന്നത്. നെക്സ്റ്റ് പടത്തിൽ നോക്കി, ഇവിടാണ് ഷെയ്ഡിങ്. ഇവിടെ ഒരാളെ സ്കിപ്പ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഇവിടെ അല്ലായിരുന്നു ഷെയ്ഡിങ് വരണ്ടേ, പക്ഷെ അവിടെ അല്ല, ഇവിടെ വന്നു. അതായത് ആദ്യത്തെ എന്താണ്, ഇവിടെ ആണെങ്കിൽ ആ ഒരു സെക്ടർ സ്കിപ്പ് ചെയ്ത് ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് പോയി. ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര, 2 എണ്ണം സ്കിപ്പ് ചെയ്ത് പോയി. കണ്ടോ, 2 ഈ ഒരു സെക്ടർ സ്കിപ്പ് ചെയ്ത് പോയി. ഇനി അടുത്ത പടത്തിൽ വരുമ്പോൾ നോക്കി, വീണ്ടും ഒരെണ്ണം അല്ലേ സ്കിപ്പ് ചെയ്യുന്നത്, ഇവിടോട്ട് വന്നപ്പോൾ ഒരെണ്ണം സ്കിപ്പ് ചെയ്തു. ഇനി അടുത്ത വീണ്ടും വന്നപ്പം 2 അടവിട്ടല്ലേ, ഏതാണ്ട് ഇവിടുന്ന് 2 അടവിട്ടല്ലേ അടുത്ത ആളിനൊക്കെ വന്നേ. അപ്പോൾ എന്താണ് 1-2 പാറ്റേൺ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു സെക്ടർ സ്കിപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് ഇവിടാണ്, ഈ ഭാഗത്താണ് നമ്മുടെ ഷെയ്ഡിങ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ആദ്യം ഇങ്ങനെ ഒരാൾ മാറിയിട്ടാണെന്ന് കരുതി ഇവിടെ ഒരാൾ മാറിയിട്ട് എടുക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഒരാൾ മാറി തന്നെ ഇവിടെ വന്നുകൊണ്ട് കുഴപ്പമില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഇതാണ് മിസ്സിംഗ് ആയിട്ട്, ഈ പടമായിരുന്നു മിസ്സിംഗ് ആയിട്ട് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒരാളെ മാറ്റിയെടുത്താൽ കിട്ടത്തില്ല. ഇവിടുന്ന് 2 പേരെ മാറ്റിയാൽ ഈ പടം കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമോടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാളെ മാറ്റുന്നതന്നെ ലാസ്റ്റ് ഒരാളെ മാറ്റുന്നതന്നെ കറസ്പോണ്ടിങ് വന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം നോക്കിയിട്ട് എടുക്കാവും. ഇപ്പോൾ 1-2 ഓൾട്ടർനേറ്റ് പാറ്റേണിലാണ് പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ആദ്യത്തെ ഫിഗർ തന്നെയാണ് മിസ്സിങ്. ഓക്കെ, ആദ്യത്തെ ഫിഗർ തന്നെയാണ് മിസ്സിങ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കി. ഇപ്പോൾ ഇവിടെയും സർക്കിളാണ്. ഓക്കെ, സർക്കിളെന്നോ ഡോട്ടെന്നോ പറയാം. ആ ഒരു ഡോട്ട് പോകുന്ന രീതിയിലാണ്. അവിടെ 2 പേരുണ്ട്, ഷെയ്ഡുള്ളവരുണ്ട്, ഷെയ്ഡ് ഇല്ലാത്തവരുണ്ട്, വെളിയിലുണ്ട്, അകത്തുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് പോയേക്കുന്നത്. ഇപ്പോൾ അകത്തുള്ളവരെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അകത്തുള്ളവർ ഷെയ്ഡറാണ്. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ പടം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അവിടെ എത്ര എണ്ണം വരണം, അവിടെ ഒരെണ്ണം അല്ല വരാൻ പാടുള്ളൂ. ആ ഒരെണ്ണം എവിടെ ആയിരിക്കും, നിങ്ങൾ കണ്ടോ, ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് വരുമ്പം നേരത്തെ ഉള്ള പൊസിഷന് മാറ്റമില്ല. അത് ഇവിടെ നിന്ന ആൾ തന്നെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഉള്ള ആളാണ് ആദ്യമേ വരേണ്ടത്. അതായത് ഇവിടാണ് ആ ഷെയ്ഡറായിട്ടുള്ള ഡോട്ട് വരേണ്ടത്, ഇവിടാണ് ഷെയ്ഡറായിട്ടുള്ള ഡോട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണേ വരാവും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആൻസർ ആയില്ലേ, ഓപ്ഷൻ ഡി ആണ്. അത് മാത്രമല്ല ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്ഷനോടെ നോക്കിയിട്ട് എടുക്കുക, വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇതാണ്. ഇനി നിങ്ങളുടെ വെളിയിലുള്ളവരെ നോക്കിയാൽ ഇതാണ് ആൻസർ വരും. നോക്കി, ഇവിടെ വെളിയിലുള്ളവരെ എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അടുത്ത പടത്തിൽ കണ്ടോ 4 എണ്ണം, കുറഞ്ഞു പോവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കണം, 6 അല്ലേ വരേണ്ടത്. കാരണം 6, 5 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 6 ഡോട്ട്, വെളിയിൽ 6 സർക്കിൾ വരുന്നത് ഇതല്ലേ. അപ്പോൾ അതെടുത്താലും ഈ ഒരു ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫിഗർ സീരീസ് നിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ നല്ലതായിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. നിങ്ങളവിടെ നെഗറ്റീവ് വരാൻ നോക്കുക എന്നുള്ളൂ, വളരെ സൂക്ഷ്മമായിട്ട് നോക്കി ആൻസർ എടുക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക. ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലാസ് കേട്ടതിന് താങ്ക് യു.